ഡോക്ടർ സുബിൻ വൈദ്യമഠം. യാഗശാല വൈദ്യന്മാരായ വൈദ്യമഠം കുടുംബത്തിലെ ജനനം. യശശരീരനായ അഷ്ടവൈദ്യൻ വൈദ്യമഠം ചെറിയ നാരായണൻ നമ്പൂതിരി, അഷ്ടവൈദ്യൻ വൈദ്യമഠം ഡോക്ടർ ഋഷികുമാരൻ നമ്പൂതിരി എന്നിവരുടെ കീഴിൽ ചികിത്സാ പരിചയം. കോട്ടക്കൽ വൈദ്യരത്നം PS ആയുർവേദ കോളേജിൽ പഞ്ചകർമ്മ വിഭാഗത്തിൽ പ്രൊഫസറായി ജോലി ചെയ്യുന്നു. ഡോക്ടർ സുബിനെ സ്നേഹത്തോടെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിന്. നമസ്കാരം. കേൾക്കാമെന്നും കാണാമെന്നും കരുതുന്നു. കേൾക്കാം. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. അലം വികൽപ്പൈരഹമേവ കേവലം മയി സ്ഥിതം വിശ്വമിദം ചരാചരം ഇദം രഹസ്യം മമയേന ദർശിതം സവന്ദനീയോ ഗുരുരേവ കേവലം. സർവർക്കും ഗുരുവായിട്ടുള്ള ദക്ഷിണാമൂർത്തിക്കും ഗുരുകാരണവന്മാർക്കും മുന്നിൽ തലകുനിക്കുന്നു. അഭിവന്ദ്യരായ ഗുരുജനങ്ങളെ, എനിക്ക് മുമ്പ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച ഡോക്ടർമാർ, അതേപോലെ ഇതിൻ്റെ ഭാരവാഹികൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഏകദേശം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ആമുഖത്തിൽ നിൽക്കാതെ വിഷയത്തിലേക്ക് കിടക്കാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് സസ്യാഹാരത്തിൻ്റെ ആചാരം അനുഷ്ഠാനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും കാര്യങ്ങളാണ് പറയാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ശിവപുരാണം പറയുന്ന ഒരു വരി ഉദ്ധരിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് കരുതുന്നു. ആചാര കുലമാഖ്യാതി വപുരാഖ്യാതി ഭോജനം ശിവപുരാണത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. ഒരാൾ എന്താണ് ആചരിക്കുന്നത് എന്നതിൽ നിന്ന് അയാളുടെ കുലം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരാളുടെ ശരീരം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയാൽ, അത് നമ്മൾ നോക്കി കണ്ട് മനസ്സിലാക്കിയാൽ അയാളുടെ ഭോജനം എന്തായിരിക്കും എന്ന് മനസ്സിലാക്കും. ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ചിരുന്ന എല്ലാവരും ഒരേ രീതിയിൽ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സസ്യാഹാരം അല്ലെങ്കിൽ വെജിറ്റേറിയനിസം എന്നുള്ളതിൻ്റെ ആരോഗ്യ വശങ്ങൾക്ക് പുറമെ അത് എങ്ങനെ ഒരു, അതായത് ഉദരപൂരണത്തിന് അല്ലെങ്കിൽ വയറ് നിറയ്ക്കാനുള്ള ഒരു ഉപാധി എന്നുള്ളതിന് അപ്പുറം ഒരു സോഷ്യോ കൾച്ചറൽ ഐഡന്റിറ്റി ഉണ്ടാക്കുന്ന ഒരു സംഗതി കൂടിയാണ് ഇന്ന് ഈ വെജിറ്റേറിയനിസം അല്ലെങ്കിൽ സസ്യാഹാരം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു നിർവചനങ്ങളും അതിൻ്റെ ഒരു പശ്ചാത്തലവും അതിലെ അനുഷ്ഠാന പരമ്പരയും ഒക്കെ നമുക്ക് ഒന്ന് ആലോചിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ നേരത്തെ ഒരു 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 സന്ദർഭം പറയുകയുണ്ടായി. പലപ്പോഴും മനുഷ്യൻ ഒരു ഹെർബിവോറാണോ ഓംനിവോറാണോ, സസ്യഭുക്കാണോ മാംസഭുക്കാണോ എന്നൊക്കെ ഉള്ളതിന്റെ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെജിറ്റേറിയനിസത്തിലെ പല ഭേദങ്ങളെ പറ്റിയിട്ട്, വെജിറ്റേറിയൻ, ലാക്ടോ വെജിറ്റേറിയൻ, ലാക്ടോ വെജിറ്റേറിയൻ, ഇങ്ങനെയുള്ള പലതരം വിഭാഗങ്ങളെ പറ്റിയിട്ടൊക്കെ പഠനങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇത് ഈ ഒരു അല്ലെങ്കിൽ നമ്മളിപ്പോ ജീവിച്ച് അല്ലെങ്കിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ മാത്രമുള്ള ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് നൂറ്റാണ്ടുകളായി, വർഷങ്ങളായി പല രാജ്യങ്ങളിലും പല ദിക്കുകളിലും നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ഒരു ചർച്ച തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, മഹാത്മാഗാന്ധി, അദ്ദേഹത്തിന്റെ പല ദർശനങ്ങൾക്കും, ആഹാരം സംബന്ധിച്ച പല ദർശനങ്ങൾക്കും അധിഷ്ഠാനമാക്കിയിരിക്കുന്നത് യൂറോപ്യൻ ചിന്തകനായിട്ടുള്ള സാൾട്ട് തുടങ്ങിയിട്ടുള്ള ആൾക്കാരുടെ പഠനങ്ങളാണ്. നേരത്തെ അതിനെപ്പറ്റി സൂചിപ്പിക്കുകയുണ്ടായി, സ്വാതന്ത്ര്യത്തിന് പൂർവ്വം ഉണ്ടായിട്ടുള്ള ചില മീറ്റിങ്ങുകളെ പറ്റിയിട്ടൊക്കെ. അപ്പോ ഈ സോൾട്ടിന്റെയൊക്കെ എഴുത്തുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റൈറ്റിങ്സ് നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ വശങ്ങളെ പറ്റി എല്ലാം തന്നെ, അതായത് സസ്യാഹാരം എന്നുള്ള പദം അത് യഥാർത്ഥത്തിൽ കൺവേ ചെയ്യുന്നത് എന്താണ്? സസ്യങ്ങളെ മാത്രം ഭുജിക്കുന്നവർ എന്നാണോ, അതോ മാംസാഹാര വിപരീതമായിട്ടുള്ള ആൾക്കാർ എന്നാണോ? ഇങ്ങനെയൊക്കെയുള്ള വശങ്ങളെ പറ്റി ധാരാളം
ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചർച്ചകൾ പോയി അതിന്റെ ഈ വെജിറ്റ് എന്ന് പറയുന്നതിന്റെ ആ ഒരു നിഷ്പത്തി പദം വന്നിരിക്കുന്നത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. വെജിറ്റസ് എന്ന് പറയുന്ന ലാറ്റിൻ ഭാഷയിലെ പദമാണ് പിന്നീട് വെജിറ്റേറിയൻ എന്നുള്ള പദമായി മാറിയത്. അപ്പോ ഒരു ലാറ്റിൻ പ്രൊഫസർ തമാശ രൂപേണയാണെങ്കിൽ പോലും ഈ കേവലം സസ്യങ്ങൾ മാത്രം കഴിക്കുന്നതല്ല, പാലുൽപ്പന്നങ്ങളും ഒക്കെ അടങ്ങുന്നതാണ് എന്നതിനെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു മറുപക്ഷം ഒരു ഘട്ടത്തിൽ ഉയർത്തുകയുണ്ടായിത്രേ. അപ്പൊ അദ്ദേഹം അതിന് കൊടുത്തത് എന്താ വെച്ചാൽ വെജിറ്റസ് എന്ന് പറയുന്നത് വിഗർ ഉണ്ടാക്കുന്നത് എന്ന ഒരു അർത്ഥം കൂടി ലാറ്റിനിലുണ്ട്. അതായത് ശക്തി നൽകുന്നത് എന്നുള്ള ഒരു അർത്ഥം കൂടി ലാറ്റിനിലുണ്ട്. അല്ലാതെ അത് ചെടികളിൽ നിന്നുണ്ടായത് എന്നത് മാത്രമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു രസകരമായിട്ടുള്ള ഇത്തരം തർക്കങ്ങള് മുൻ കാലഘട്ടങ്ങളിൽ 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും ഒക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ നമ്മൾ ചരിത്രം ചികഞ്ഞു പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാം, ഗ്രീക്ക് സംസ്കാരത്തില് വളരെ പ്രശസ്ത ചിന്തകനായിരുന്ന പൈത്തഗോറസ്, അദ്ദേഹത്തിനെ എത്തിക്കൽ വെജിറ്റേറിയനിസത്തിന്റെ പിതാവ് എന്നൊക്കെയാണ് വിളിക്കപ്പെട്ടിരുന്നത്. പൈത്തഗോറിയൻ തിയറങ്ങളൊക്കെ നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ആ പൈത്തഗോറസ്, പ്ലാറ്റോ ഒക്കെ വരുന്നത് ആ പരമ്പരയിലാണ്. അപ്പോ ഈ വെജിറ്റേറിയനിസം എന്ന് പറയുന്നത് ഒരേ സമയം സനാതനധർമ്മത്തിന്റെ, ഭാരതീയ ദർശനത്തിന്റെ ഒക്കെ ഭാഗമാണ് എങ്കിലും ഇതേ തരത്തിലുള്ള സമാനമായ ചിന്താധാരകൾ ലോകത്ത് പല ദിക്കുകളിലും നിലനിന്നിരുന്നു. സംസ്കാരങ്ങൾ, ആഴത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അടിയുറച്ച സംസ്കാരങ്ങൾ, ഗ്രീക്ക് സംസ്കാരം പോലെയുള്ളവയിലൊക്കെ അത് ഒരു കാലഘട്ടത്തിൽ അത് വളരെ പ്രചാരത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് സംഭവിച്ച തകർച്ച ഗ്രീക്ക് സംസ്കാരം ഇന്നില്ല. ആകെ ഇന്ന് നിലനിൽക്കുന്ന ഒരു പുരാതന സംസ്കാരം എന്ന് പറയുന്നത് സനാതനധർമ്മം മാത്രമാണ്. ബാക്കിയുള്ള സംസ്കാരങ്ങൾക്കെല്ലാം അപജയം സംഭവിക്കുകയോ അല്ലെങ്കിൽ ഇപ്പൊ ചൈനീസ് സംസ്കാരത്തിനെ പോലെ രൂപാന്തരപ്പെടുകയോ ഒക്കെ ചെയ്തു. അതിന്റെ തനിമയോടുകൂടി പരമ്പരകളിലൂടെ ഇന്നും നിലനിൽക്കുന്നത് സനാതനധർമ്മമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ചിന്തകയ്ക്ക് ഈ അടിസ്ഥാനമായും അല്ലെങ്കിൽ അതിന് പ്രധാനമായി ഒരു ഉപോത്ബലകമായിട്ട് നമുക്ക് എപ്പോഴും നിൽക്കുന്നത് നമ്മുടെ ഈ ദർശനങ്ങൾ തന്നെയാണ്. ആ ദർശനങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത് വേദാന്തവും ഒക്കെയാണ്. അപ്പൊ അതില് നമുക്കറിയാം, പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീരത്തിന്റെ ഒരു ജീവനോപകരണമായിട്ടുള്ളതാണ് അന്നം എന്ന് പറയുന്നത്. നേരത്തെ ഡോക്ടർ കൃഷ്ണൻ നമ്പൂരിയൊക്കെ അതിനെപ്പറ്റി ആമുഖത്തിൽ പറയണ്ടായി. അപ്പൊ നമ്മൾ കഴിക്കുന്നത് ആണ് നമ്മുടെ ശരീരത്തിനെ നിലനിർത്തുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ഉപനിഷത് വാക്യം അന്നാദ് ഭവന്തി ഭൂതാനി, അപ്പൊ അതിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ചിന്തകൾ. അപ്പൊ നമ്മൾ എങ്ങനെയാവുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വിഷയത്തിൽ ഇന്നത്തെ ഒരു ചർച്ച വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് അന്നത്തെ ബ്രഹ്മമായി കൂടി കൽപ്പിച്ചു വന്ന ഒരു പരമ്പരയിലെ കണ്ണികളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ ഈ വളരെയധികം പ്രാധാന്യമുള്ള ഈ വിഷയത്തിൽ ചർച്ച സംഘടിപ്പിച്ചതിന് ഈ സംഘാടകരെ ഒന്ന് അഭിനന്ദിക്കട്ടെ. എൻ്റെ ലഘുബുദ്ധിയിൽ വന്ന ഏതാനും ചിന്തകൾ ഞാൻ ഇവിടെ പറയുന്നു എന്നേ ഉള്ളൂ. ചർച്ചയിൽ അതിലെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സമയമുള്ളതിനനുസരിച്ച് സംസാരിക്കുകയും ചെയ്യാം. എല്ലാവർക്കും അറിയാവുന്നതാണ് വൈദ്യന്റെ ഒരു പ്രധാനപ്പെട്ട കർത്തവ്യം എന്താണ് എന്നുള്ളത്, അല്ലെ? രോഗപരീക്ഷ ചെയ്ത് രോഗിയുടെ അവശതയ്ക്ക് കുറവുണ്ടാക്കുന്ന തരത്തിലുള്ള ഔഷധം നൽകലാണ് വൈദ്യന്റെ കർത്തവ്യം എന്ന് എല്ലാവർക്കും അറിയാം. ഈ ഭൂതങ്ങൾക്ക്, നേരത്തെ പറഞ്ഞ പഞ്ചഭൂതങ്ങൾക്ക് കാരണമാകുന്നത് അന്നമാണ് എന്ന അടിസ്ഥാന തത്വത്തിൽ നിന്ന് തന്നെ ആ അന്നത്തെ സർവ ഔഷധം എന്നുള്ള രീതിയിൽ കണക്കാക്കിയിട്ടുള്ള ഒരു സംസ്കാരമാണ് നമ്മുടെ ഈ ഉപനിഷത്തുകളിലെല്ലാം വെളിവാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്നത്തെ പറ്റിയുള്ള ചിന്ത എന്ന് പറയുന്നത് കേവലം ലൗകികമായിട്ടുള്ള ചിന്ത മാത്രമല്ല, ലൗകികതയും ആധ്യാത്മികതയും കൂടിക്കലരുന്ന അതിൻ്റെ ഒരു മേളനമാണ് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കേവലം ആഹാര പദാർത്ഥങ്ങളെ പറ്റിയുള്ള ഒരു ചർച്ച എന്നുള്ള രീതിയിലേക്ക് മാത്രം നമ്മൾ അതിന് എടുക്കരുത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, സസ്യാഹാരം എന്ന് പറയുന്ന നിർവചനത്തില് സസ്യാഹാരം എന്ന വാക്കിന്റെ പദത്തിൽ തന്നെ ചില പോരായ്മകളുണ്ട്. അത് പരിഹരിക്കുന്നതിന് അതിനെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള എന്ത് ടെർമിനോളജി ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യണം എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്.
അപ്പൊ ഈ വൈദ്യന്റെയും അതേപോലെ തന്നെ ആധ്യാത്മികതയുടെയും വൈദ്യത്തിന്റെയും ആധ്യാത്മികതയുടെയും ഒരു സമ്മേളനമാണ് അന്നചിന്ത എന്ന് ഞാൻ പറഞ്ഞപ്പോ, പണ്ട് വലിയ മുത്തശ്ശൻ, അച്ഛന്റെ വലിയച്ഛനായിരുന്നു വൈദ്യശാസ്ത്ര മഹോദധി വൈദ്യമഠം വലിയ നാരായണൻ നമ്പൂതിരി. അദ്ദേഹം പറയാറുണ്ടായിരുന്ന ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. ഈ ബ്രാഹ്മണ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്പൂതിരിമാർക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള രണ്ട് സുഹൃത്തുക്കള് അല്ലെങ്കിൽ രണ്ട് വഴികാട്ടികൾ എന്ന് പറയുന്നത് ഒന്ന് വൈദികനും രണ്ട് വൈദ്യനും എന്നാണ്. കാരണം ആധ്യാത്മികതയുടെ ഭാഗത്ത് വഴികാട്ടി തരാൻ വൈദികൻ വേണം, അതേപോലെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വഴികാട്ടി തരാൻ വൈദ്യനും വേണം. വൈദികനും വൈദ്യനും എപ്പോഴും നമ്മുടെ വഴികാട്ടികളായി നിൽക്കണം എന്നുള്ളൊരു കാര്യം അദ്ദേഹം പല സന്ദർഭങ്ങളിലും പറഞ്ഞതായിട്ട് പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പൊ അന്നത്തെ പറ്റി നമ്മളിങ്ങനെ സ്ഥൂലമായിട്ട് ശരീരവുമായി അതിന്റെ ബന്ധം മാത്രം ചർച്ച ചെയ്ത് പോയാൽ പോരാ. കാരണം ഇപ്പോ നേരത്തെ സംസാരിച്ച മോഡേൺ മെഡിസിനെ പ്രതിനിധീകരിക്കുന്ന ഡോക്ടർ പറയുകയുണ്ടായി, ഈ ന്യൂട്രിയൻസ് അതായത് പോഷകാംശങ്ങൾ, ഫുഡ് ഐറ്റംസ്, ആഹാര പദാർത്ഥങ്ങള്, അതേപോലെ ആഹാര രീതികൾ, ഡയറ്റ് പാറ്റേൺസ് പലപ്പോഴും ആരോഗ്യവുമായി ഇതിന്റെ ബന്ധം, റിലേഷൻഷിപ്പ് ഒരു ലീനിയർ ആയിട്ടുള്ള ഒന്നായിക്കൊള്ളുന്നില്ല. കാരണം ഒന്ന് നേരെ ഒന്നിന്റെ കുറവ് നേരെ ഒരു രോഗത്തിലേക്ക് എത്തിക്കുമെന്നോ, ഒന്നിന്റെ ആധിക്യം വേറൊരു രോഗത്തിലേക്ക് എത്തിക്കുമെന്നോ അങ്ങനെയുള്ളൊരു ലൈൻ വരയ്ക്കുന്ന പോലെയുള്ള ഒരു റിലേഷൻഷിപ്പ് എല്ലായ്പ്പോഴും ആയിക്കൊള്ളണം എന്നില്ല. കാരണം പഠനങ്ങളൊക്കെ ഇപ്പൊ കൊളസ്ട്രോളിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ ഒരു ഉദാഹരണമാണ്. ഇപ്പോഴും ആധുനിക വൈദ്യന്മാരുടെ ഇടയിൽ നടക്കുന്ന ഒരു ചർച്ചയാണ് ഹൗ ലോ ഈസ് ലോ. കൊളസ്ട്രോളിന്റെ മരുന്ന് നിർത്തട്ടെ എന്ന് ചോദിക്കുമ്പോൾ തിരിച്ച് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹൗ ലോ ഈസ് ലോ. എത്ര കുറഞ്ഞാലാണ് കുറവ് മതിയാവുക? അതിനൊരു നിശ്ചയം പലപ്പോഴും അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ പരമ്പരയുടെ, നമ്മുടെ പാരമ്പര്യത്തിന്റെ, ഇവിടെ നേരത്തെ ഡോക്ടർ കൃപയൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് ഇത് ആചരിച്ചു വരുന്നത്, അതിനനുസരിച്ച് വേണം നമ്മൾ അതിന് വേണ്ടുന്ന, അല്ലാതെ ഈ പാശ്ചാത്യരുടെ അതേപടിയുള്ള മാതൃക പകർത്തിയെടുത്ത് നമ്മുടെ സമൂഹത്തിൽ അതിനെ ആരോപിക്കുക എന്നുള്ളതിൽ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ മാത്രമല്ല, അതിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഈ തരത്തിലുള്ള ഡയറ്റിനെ പറ്റിയുള്ള ചർച്ച ശരീരത്തിനെ സംബന്ധിച്ച് മാത്രമായി ചുരുങ്ങി പോകുന്നു എന്നുള്ളതാണ്. ശരിയാണ്, ശരീരത്തിന്റെ പല വശങ്ങൾക്കും അതിന് നേരിട്ട് തന്നെ നമുക്ക് കാണാവുന്ന രീതിയിൽ എടുത്തു പറയാവുന്ന ദൃഷ്ടാന്തങ്ങളൊക്കെ ധാരാളമുണ്ട്. പക്ഷേ മനസ്സിനെ ഇത് എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളത് നേരത്തെ തന്നെ ഡോക്ടർ കൃഷ്ണ നമ്പൂരിയൊക്കെ ഇടയിൽ സൂചിപ്പിച്ചിരുന്നു. മനസ്സിന്റെ ഗുണത്തിനെ എത്രത്തോളം അത് സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചുകൂടാ. ഭഗവത്ഗീതയിലൊക്കെ ഭഗവാൻ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമാണ് പ്രകാശാത്മകമായ സത്വത്തിനെ ആയുരാരോഗ്യങ്ങൾക്ക് ഗുണകരമായതുകൊണ്ട് നമ്മൾ വരിക്കണം, സത്വഗുണത്തെ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോ ആ ഒരു സത്വഗുണമുള്ള ആഹാരം എന്താണ് എന്നുള്ള തിരിച്ചറിവ്, സസ്യാഹാരം എന്നുള്ള പദത്തിൽ നിന്ന് വിട്ടിട്ട് എനിക്ക് തോന്നുന്നു നമുക്കിങ്ങനെ പദത്തിന്റെ മുകളിൽ കെട്ടി പിണഞ്ഞു കിടക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ചർച്ചയ്ക്കൊരു ഒരു ടോപ്പിക് വേണമെന്നുള്ളതുകൊണ്ട് നമ്മൾ സസ്യാഹാരം എന്നുള്ളൊരു പദം വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? എനിക്ക് തോന്നുന്നു തുറന്നുള്ള ചർച്ചയിൽ മറ്റു ഡോക്ടർമാരും അവരുടെ അഭിപ്രായം പറയുന്നത് തോന്നുന്നു. സാത്വിക ആഹാരം തന്നെ ആയിരിക്കണം ശരിക്കും നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതിൽ സസ്യം എന്നുള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് കുറേം കൂടി വളരെ മനോഹരമായ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു പദം അതിനെ സൂചിപ്പിക്കുന്നത് സാത്വികമായ ആഹാരം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ യോഗശാസ്ത്രവും ആയുർവേദവും ഒക്കെ പരസ്പര പൂരകങ്ങളായിട്ടുള്ള ശാസ്ത്രങ്ങളാണ്. അപ്പൊ പൊതുവെ എന്താണ് സാത്വിക ആഹാരങ്ങൾ? ഈ സത്വം എന്നുള്ള ഗുണത്തിനെ വർദ്ധിപ്പിക്കാനുള്ള ആഹാരങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ പൊതുവെ ലഘു ഗുണമുള്ളതും അതേപോലെ സ്നിഗ്ധമായിട്ടുള്ളതും മധുരമായിട്ടുള്ളതും, അതായത് നമ്മൾ എളുപ്പം ദഹിക്കാൻ കഴിയുന്നതും മെഴുക്കുള്ളതും കൂടുതലായി മധുരം രസമുള്ളതും ഒക്കെയാണ് കൂടുതലും സാത്വികമായിട്ടുള്ള ആഹാരങ്ങളായിട്ട് തിരിച്ചറിയപ്പെടുന്നത്. തീർച്ചയായിട്ടും ഉപ്പ്, പുളി പോലെയുള്ള രസങ്ങൾ ഉപലക്ഷണങ്ങളായിട്ട് അവിടെ വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും മധുരരസത്തിനാണ് പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോ എന്തൊക്കെയാണ് സാത്വിക ആഹാരത്തിന്റെ അടിസ്ഥാന ഗുണങ്ങൾ എന്ന് നമ്മൾ കണ്ടു. ഇനി വേറൊരു കാര്യം കൂടി ഇതിൽ പറയാനുള്ളത്, നേരത്തെ ഡോക്ടർ അജിത് സാറൊക്കെ പറഞ്ഞു ആന്റി ഓക്സിഡൻസിനെ പറ്റി. ഈ ആന്റി ഓക്സിഡൻസിന്റെ സാന്നിധ്യം വളരെ വളരെ പഠനം വിധേയമാക്കിയിട്ടുള്ളതാണ് പല രോഗങ്ങളിലും.
പല നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുകളിൽ അത് അതിന് ആന്റി ഓക്സിഡന്റുകൾ കൊണ്ടുള്ള പ്രയോജനം എന്താണ്, സസ്യ ആഹാരത്തിന്റെ പദാർത്ഥങ്ങളിൽ നിന്നുള്ള ആഹാരം കൊണ്ട് അതിന്റെ കലവറയായി അത് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. അതുപോലെ മറ്റൊന്നാണ് ഈ അടുത്ത കാലങ്ങളിലായി ധാരാളം പഠനങ്ങൾ വരുന്നത് സസ്യാഹാരങ്ങളുടെ ഫൈറ്റോ കെമിക്കൽസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്. ഇപ്പൊ നടക്കുന്ന ഒരുപാട് പഠനങ്ങൾ നേരിട്ട് സസ്യാഹാരം അല്ലെങ്കിൽ സസ്യങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഹെർബുകളിൽ അടങ്ങിയിട്ടുള്ള ഫൈറ്റോ കോൺസ്റ്റിറ്റ്യൻസിനെ പറ്റിയുള്ള പഠനങ്ങളാണ്. വളരെയധികം ബയോ കെമിസ്ട്രിയിലും ഒക്കെ ധാരാളം പഠനങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഇതിന്റെ മെച്ചങ്ങളെ എടുത്തു കാട്ടുന്ന രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്ന കാര്യത്തിലാണെങ്കിലും, അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മളെ സമൂഹത്തിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇപ്പോൾ പ്രമേഹം, ഡയബറ്റീസ് എന്ന് പറയുന്നത്, ഒബീസിറ്റി, പൊണ്ണത്തടി എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളുടെ നിയന്ത്രണത്തില് അല്ലെങ്കിൽ അതിനെ വരാതിരിക്കാൻ ഒക്കെ ഈ സസ്യാഹാരം എത്രത്തോളം ഗുണകരമാണെന്ന് ധാരാളം പഠനങ്ങൾ ഉണ്ട്. ഇപ്പൊ ഈ അടുത്ത് വളരെ പ്രശസ്തരായിട്ടുള്ള ഡയബറ്റീസ് ട്രീറ്റ്മെന്റിന്റെ ഒരു സെന്ററാണ് മോഹൻസ് ഡയബറ്റിക് കെയർ. ചെന്നൈയിലുള്ള അലോപ്പതി ആയുർവേദ മോഡേൺ മെഡിസിൻ സെന്ററാണ് മോഹൻസ് ഡയബറ്റിക് കെയർ എന്ന് പറയുന്നത്. അവരുടെ ഒരു പേപ്പർ ഈ അടുത്ത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. വെജിറ്റേറിയൻ ഡയറ്റ് തുടരുന്ന ആൾക്കാരില് കിഡ്നിയുടെ ആരോഗ്യം മെച്ചപ്പെട്ടതായിട്ട് കാണുന്നുണ്ട് എന്ന് പറയുന്നത്. ഡയബറ്റീസിന്റെ പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷനാണ് ഈ നെഫ്രോപ്പതി എന്ന് പറയുന്ന വൃക്കകളുടെ ആരോഗ്യത്തിനെ പ്രമേഹം ബാധിക്കുക എന്നുള്ളത്. അപ്പോൾ അതില് വെജിറ്റേറിയൻസിൽ അതിന്റെ മെച്ചം ഉണ്ട് എന്ന് ഉള്ളൊരു രീതിയിലുള്ള ഒരു ലേഖനം അവര് ഈ അടുത്ത് പുറത്തുവിടുകയുണ്ടായി. പിന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച മാനസികാരോഗ്യത്തിന്റെ കാര്യം, മാനസികാരോഗ്യം നിലനിർത്തുന്നതിൽ സാത്വികമായ ആഹാരത്തിന്റെ പ്രാധാന്യം എന്നുള്ളത്. നേത്രരോഗങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഗതിയാണ്. ഇന്ന് ഈ ഗാഡ്ജറ്റുകളുടെ ടെക്നോളജി വർദ്ധിച്ചതിനനുസരിച്ച് അല്ലെങ്കിൽ വികസിച്ചതിനനുസരിച്ച് നമ്മൾ ഒരുപാട് ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ പരസ്പരം ആശയവിനിമയം നടത്തുന്നതും കൂടി അത് ആ മാധ്യമത്തിലൂടെയാണ്. ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ആ നേത്രങ്ങളെ സംരക്ഷിക്കുന്നതിലും ഈ തരത്തിലുള്ള സാത്വികവും സസ്യവും അധിഷ്ഠിതവുമായ ആഹാരത്തിനുള്ള പ്രാധാന്യം വളരെയധികം പഠനങ്ങളിലൂടെ ഇന്ന് വ്യക്തമാവുന്നുണ്ട്. മാത്രമല്ല വേറൊരു കാര്യം, ചർമ്മരോഗങ്ങൾ കേരളം എന്ന ഭൂപ്രദേശം, അതിന്റെ ഒരു ജോഗ്രഫിയും ക്ലൈമാറ്റിക് ഫീച്ചേഴ്സും വെച്ച് ചർമ്മരോഗങ്ങളുടെ ഒരു കലവറയാണ്. ഇന്നിപ്പോ എല്ലാവരും പറയും പ്രമേഹത്തിന്റെ ക്യാപിറ്റലാണ് കേരളം എന്ന് പറയും. പക്ഷെ മുമ്പേ തന്നെ കേരളം ക്യാപിറ്റലായിരുന്നു ഒന്ന് എന്ന് പറയുന്നത് ചർമ്മരോഗങ്ങളുടെയാണ്. ഒരുമാതിരി എല്ലാ ഫിസീഷ്യൻസിനും അത് അറിയാവുന്ന കാര്യമാണ്. ഇത്രയധികം സ്കിൻ ഡിസീസുകൾ കൂടുതൽ കാണുന്ന ഒരു സ്ഥലം വേറെയില്ല. ധാരാളം ചർമ്മരോഗങ്ങൾ കേരളത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഈ ചർമ്മരോഗങ്ങളിൽ സസ്യാഹാരത്തിന്റെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോന്നോരോന്ന് എടുത്തു പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാനത് ചുരുക്കത്തിൽ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ തന്നെ സമയം 9:45. അപ്പോ ചർച്ചയ്ക്കും കൂടി കുറച്ച് സമയം നമ്മൾ കാണേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരിക്കൽ കൂടി ഇതിന്റെ സംഘാടകരെ അഭിനന്ദിക്കുകയും ഈ ഒരു അവസരം എനിക്ക് നൽകിയതിൽ നന്ദി പറയുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടർ സുബിൻ, ഇനി നമുക്ക് ചർച്ച, എല്ലാവരും ഇപ്പൊ സംസാരിച്ച ഡോക്ടർമാർക്കും പരസ്പരം ചർച്ച ചെയ്യാം. അല്ലാതെ അത് കേട്ടിരുന്ന എല്ലാവർക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. പുതിയ പുതിയ അറിവുകൾ നമുക്ക് എല്ലാവരും പുതിയ അറിവുകൾ തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് നേരത്തെ ഡോക്ടർ അജിത് കുമാറാണ് പറഞ്ഞത് തോന്നണു. എന്താ, ഗോതമ്പ് കഴിച്ചു കഴിഞ്ഞാൽ ചൂടുവെള്ളവും മറ്റേ അരിയാഹാരം കഴിച്ചാൽ തണുത്ത വെള്ളവും കഴിക്കണം എന്ന് പറഞ്ഞല്ലോ. അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ്. അങ്ങനെ ഒരു ശരിയാണ്. ആ കൃപ പറഞ്ഞോളൂ.
അല്ല, തിരിച്ചാണ് എന്ന് പറയാ അജിത് സാറ് പറഞ്ഞത്. ഏതാ? ആ തിരിച്ചാണ് ശരിയാ, ഞാൻ എഴുതിയിട്ടുണ്ട്. ശരിയാ. ആ അല്ല, അത് അങ്ങനെയാണോ? അങ്ങനെ വേണമെന്നുണ്ടോ? അങ്ങനെ വേണമെന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ആണോ? ശാസ്ത്രത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ആണോ? ആ, അതെ. അത് പുതിയൊരു അറിവാണ്, അതുകൊണ്ട് ചോദിച്ചതാ. ഭക്ഷണത്തിനിടയിൽ വെള്ളം കുടിക്കേണ്ട സമയത്തെക്കുറിച്ചൊരു വ്യക്തമായ തീരുമാനം അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഭക്ഷണത്തിന് മുമ്പ് കഴിക്കണോ, ഭക്ഷണത്തിന് ഇടയിൽ കഴിക്കണോ, ഭക്ഷണശേഷം കഴിക്കണോ? എന്താണ് അതിന്റെ ശാസ്ത്രീയ വശം? ഇതില് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇടപെട്ടെന്താണെന്ന് വെച്ചാൽ ഈ അഗ്നി എന്നുള്ള സബ്ജക്റ്റ് നമ്മളൊന്ന് സൂചിപ്പിച്ചു പോയല്ലോ. അപ്പം അഗ്നിമാന്ദ്യം അല്ലെങ്കിൽ ആണ് നമ്മളുടെ ഏറ്റവും വലിയ ശത്രു. അഗ്നിയുടെ നമ്മളെ മെറ്റബോളിസത്തിന്റെ ദഹനത്തിന്റെ പോരായ്മ ആണ് രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഭക്ഷണത്തിന് മുമ്പ് വെള്ളം കുടിച്ചാൽ, തൊട്ട് മുമ്പ് വെള്ളം കുടിച്ചാൽ അത് അഗ്നിമാന്ദ്യത്തിന് കാരണമാകും, വേണ്ടത്ര ദഹനം നടക്കാത്തതിന് കാരണമാകും. എന്നുള്ളത് കൊണ്ട് തന്നെ ആഹാരത്തിന് തൊട്ട് മുമ്പ് വെള്ളം കുടിക്കുന്നത് അത്ര നല്ലതല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ വെള്ളം കഴിക്കണ്ട, തൊട്ട് മുമ്പ് ആഹാരത്തിന് തൊട്ട് മുമ്പ് വെള്ളം കുടിക്കണ്ട എന്നർത്ഥം. അതുപോലെ തന്നെ ആഹാരത്തിന് ശേഷം വെള്ളം കുടിക്കുന്നതും ചിലർ പതിവുണ്ട്. അതും അത്ര നല്ലതല്ല. ആഹാരത്തിന് മധ്യത്തിൽ വെള്ളം കുടിക്കുന്നതാണ് ഒരു ഐഡിയൽ സിറ്റുവേഷൻ. വേണ്ടത്ര ആഹാരം ഇറങ്ങി പോകാനായിട്ടുള്ള ഭക്ഷണം, വേണ്ട രീതിയിലുള്ള പചനം നടക്കുവാനുള്ള ആവശ്യത്തിന് മാത്രം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഏതാണ്ട് 25 കിലോ ബോഡി വെയ്റ്റിന് നമുക്ക് 1 ലിറ്റർ വെള്ളം ആവശ്യമുണ്ട് ശരീരത്തിന്. അതായത് നമുക്ക് 75 കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 3 ലിറ്റർ ലിക്വിഡ് ശരീരത്തിലോട്ട് ചെല്ലണം. അപ്പം അതിൽ പലതായിട്ടും നമുക്ക് കൂട്ടിയാൽ ഏതാണ്ട് ഒരു 10 ഗ്ലാസ് വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കണം. പിന്നെ ഇപ്പോൾ പുതിയ പഠനങ്ങളൊക്കെ വരുന്നുണ്ട്, പ്രമേഹത്തിനെ പ്രിവെൻറ്റ് ചെയ്യാനും പ്രമേഹ രോഗികൾക്കും കിഡ്നിയുടെ ബലം അല്ലെങ്കിൽ വൃക്ക രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ വൈദ്യനിർദ്ദേശപ്രകാരം വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് എന്നുള്ള പഠനങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതായാലും ആഹാരത്തിന് മുമ്പ് വെള്ളം കുടിക്കുന്നത് മെലിയാനും ആഹാരത്തിന് ശേഷം വെള്ളം കുടിക്കുന്നത് തടിക്കാനും കാരണമാകും എന്നുള്ള പ്രതിപാദ്യവും ആയുർവേദത്തിൽ കാണുന്നുണ്ട്. മധ്യത്തിൽ വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് ആരോഗ്യകരമാണെന്നുമുള്ള പ്രതിപാദ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു ശാസ്ത്രീയ അടിത്തറ ഒന്ന് സൂചിപ്പിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. വളരെ നന്ദി. നമുക്ക് ദഹനക്കേട്, അതായത് നേരത്തെ പറഞ്ഞില്ലേ പുളിച്ചത് കെട്ടില്ല, അങ്ങനത്തെ അത് വരുന്നതിന് പ്രധാന കാരണം അത് കൊണ്ട് നമുക്ക് ശബ്ദത്തിന് പ്രശ്നം ഉണ്ടാവുമോ? അങ്ങനെ ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. ചോദ്യം ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാമോ? പുളിച്ചത് കെട്ടില്ല അല്ലെങ്കിൽ ഏമ്പക്കം ഇടയ്ക്കിടയ്ക്ക് വരുന്നത്, അങ്ങനത്തെയൊക്കെ വരുന്നതിന് പ്രധാന കാരണം എന്താണെന്ന്, അങ്ങനെ വന്നാൽ നമുക്ക് തൊണ്ടയ്ക്ക് ശബ്ദത്തിന് അത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ എന്ന്? ചോദ്യം മനസ്സിലാക്കിയത് പുളിച്ചത് കെട്ടല് എന്തുകൊണ്ട്, അതുപോലെ തന്നെ ഗ്യാസ് എന്നൊക്കെ പറയുമല്ലോ, അതെന്തുകൊണ്ട്, പിന്നെ അതുണ്ടാക്കുന്ന ആഹാരത്തിൻ്റെ രുചിയില്ലായ്മയുടെ പ്രശ്നം എന്താണ്, ഇതൊക്കെയാണ് പൊതുവെ ഇപ്പൊ ചോദ്യത്തിന്റെ ഒരു പ്രസക്തി എന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും നമുക്ക് നമ്മളുടെ ആഹാരശീലം ഏതായാലും വളരെ വളരെ ശോചനീയകരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് സസ്യാഹാരം കഴിക്കുന്നവരിലും വളരെയധികം പോരായ്മകളുണ്ട്. ഉദാഹരണം, വൈറ്റ് ഷുഗർ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്, മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. വൈറ്റ് ഷുഗർ എന്ന് പറയുന്നത് വളരെ ദോഷം ചെയ്യുന്ന ഒരു വസ്തുവാണ്. അത് ഇറ്റ്സ് എ പോയ്സൺ. വൈറ്റ് ഷുഗർ ഇറ്റ്സ് എ പോയ്സൺ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 23 കെമിക്കൽസ് ഇട്ട് ബ്ലീച്ച് ചെയ്തിട്ടാണ് ഈ ശർക്കരയെ പഞ്ചസാരയാക്കുന്നത്.
ഇപ്പൊ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ഈ പഞ്ചസാര ഫാക്ടറികളൊക്കെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകത്തോ തന്നെ ഉണ്ടായിരിക്കുന്നത് ഒരു 200 കൊല്ലത്തെ പഴക്കമൊക്കെ ഉള്ളൂ. 300 കൊല്ലം 200 കൊല്ലത്തെ പഴക്കമൊക്കെ ഉള്ളൂ ഈ പഞ്ചസാര ഫാക്ടറികൾ തന്നെ. അപ്പൊ നമ്മളുടെ ആചാരങ്ങളിലും നമ്മളുടെ അനുഷ്ഠാനങ്ങളിലും ഒക്കെ തന്നെ പഞ്ചസാര അല്ല ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് വ്യക്തമാണ്. നമ്മളുടെ പൂർവിക സംസ്കാരത്തിലൊന്നും പഞ്ചസാര നമ്മൾ ഇന്ന് കാണുന്ന കടയിൽ നിന്ന് വാങ്ങിക്കുന്ന, റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന പഞ്ചസാര അല്ല എന്നർത്ഥം. അത് യാതൊരു സംശയവുമില്ല. ഞാൻ തന്ത്രിമാരോട് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പഞ്ചസാരം വിവിധങ്ങളായിരിക്കുന്ന ഫ്രൂട്ട്സിൽ നിന്നുണ്ടാക്കുന്ന പഞ്ചസാരമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ശർക്കരയാണ് പറഞ്ഞിരുന്നത്, ശർക്കരയാണ് ഉപയോഗിച്ചിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇതിന് ആധികാരികമായിട്ട് ഞാൻ പറയാൻ ആളല്ല. പക്ഷെ തീർച്ചയായിട്ടും പഞ്ചസാരയുടെ ഉൽപ്പാദനം തുടങ്ങുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് നമ്മളുടെ ആയിട്ടുള്ളൊരു ഒരു സംസ്കൃതി ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ ഉപയോഗിച്ചിരുന്നത് എന്താണെന്നുള്ളത് ഒരു വേറൊരു വിഷയം ചർച്ച ചെയ്യേണ്ടതാണ്. 1. 2, ഇതുപോലുള്ള ആഹാരങ്ങൾ, അതായത് ഇപ്പം ചുവന്ന മുളകിൻ്റെ യൂസ്, ഇതൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത്തരം പഞ്ചസാര ആയാലും ചുവന്ന മുളകിൻ്റെ പ്രയോഗങ്ങളാണെങ്കിലും നമ്മൾ ഇന്ന് കഴിക്കുന്ന സ്പൈസസ്, വേരിയസ് സ്പൈസസിൻ്റെ ആണെങ്കിലും ഒക്കെ ഉപയോഗം നമ്മളുടെ ശരീരത്തിൻ്റെ അകത്തുള്ള അമ്ലത്തെ കൂട്ടും. അമ്ലം പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അമ്ലം കൂട്ടുന്നത് പ്രകടമായിട്ട് കാണാൻ സാധിക്കുക നമ്മൾ ഇപ്പം സൂചിപ്പിച്ച പുളിച്ചിതകെട്ടൽ, അല്ലെങ്കിൽ എമ്പക്കം വരുമ്പോൾ ആഹാരശാലങ്ങളിൽ അകടക്കം ഇങ്ങനെ മേലോട്ട് ആൻറ്റി പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് വഴി പുറത്തോട്ട് വരിക, ഇത് തന്നെയാണ് ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വസ്തുതകളും. അപ്പം ആഹാരത്തിൽ പിന്നെ എന്തു വേണം അതും കൂടെ സൂചിപ്പിക്കാം. ഞാൻ സാധാരണ പറയാറ്, നമ്മളുടെ ബലിക്ക് ഉപയോഗിക്കുന്ന, ശ്രാദ്ധത്തിന് ഉപയോഗിക്കുന്ന ആഹാര രീതി, ആഹാരത്തിൻ്റെ ആഹാരം ഉണ്ടാക്കുന്നതിൻ്റെ രീതി, അതാണ് ഐഡിയലി ഒരു ആഹാര രീതിയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പം അതിൽ ചുവന്ന മുളക് ഉപയോഗിക്കില്ല, കുരുമുളകേ ഉപയോഗിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ വെജിറ്റബിൾസ് ആണെങ്കിൽ തന്നെ പലതിനും നിഷിദ്ധമായിട്ട് പറയുന്നുണ്ട്. പലതും ഇപ്പം ഇവിടെ ഡോക്ടർ സുബിൻ വളരെ മനോഹരമായിട്ട് അത് അവതരിപ്പിച്ചു, അത് വളരെ ശാസ്ത്രീയമായിട്ട് അവതരിപ്പിച്ചു. അപ്പം സുബിൻ ഡോക്ടറൊക്കെ പറയുന്ന പോലെ ആ ഒരു സാത്വിക ഭക്ഷണമല്ലേ നമുക്ക് സസ്യാഹാരമായിട്ട് പറയേണ്ടതെന്ന് ചോദിച്ചാൽ അതെ. സാത്വികമല്ലാത്ത ഭക്ഷണ രീതികൾ നമുക്കിതുപോലെ പുളിച്ചിതകെട്ടലും ദഹന പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, സാത്വികമല്ലാത്തവയൊക്കെ തന്നെ. അപ്പോൾ സസ്യാഹാരത്തിന് സാത്വിക ഭക്ഷണം എന്നൊരു പേരിട്ടല്ലേ വിളിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ ആ ഒരു ചിന്ത വളരെ വളരെ പ്രസക്തവുമാണ്, യുക്തിസഹജവുമാണ്. ഒപ്പം തന്നെ ഈ സസ്യാഹാരത്തിൽ പലതും സാത്വികമല്ല എന്ന് നമ്മളിവിടെ ഒന്ന് ഓർക്കേണ്ടതുണ്ട്. ഉദാഹരണം, ഒരു ചെടി എടുക്കുമ്പോൾ ആ ചെടിയെ പൂർണ്ണമായി നശിപ്പിച്ചു കൊണ്ടെടുക്കുന്ന ഭക്ഷണം, അത് അത്ര കണ്ട് നമുക്ക് സാത്വികമാണെന്ന് പറയാൻ നിവൃത്തിയില്ല. അത് താമസവുമായിട്ട് തന്നെ പറയേണ്ടി വരും. അതായത് ഉദാഹരണത്തിന് ഉള്ളി, ഏകാദശി, ഇന്നിപ്പം സ്വർഗവാതിൽ ഏകാദശിയാണല്ലോ. ഏകാദശിക്ക് നമ്മൾ ഉള്ളി കഴിക്കാറില്ല. എന്തുകൊണ്ട് ഉള്ളി കഴിക്കാറില്ല? അത് സാത്വികമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ്, റൈസോംസ്, പിന്നെ ഭൂമിക്കടിയിൽ വളരുന്നത് പറിച്ചു കളഞ്ഞ് എടുത്താൽ ആ ചെടി നശിച്ചു പോകുന്നത്, ഇതൊക്കെ ഒരുപാട് തരത്തിലുള്ള ഹോർമോൺസ് അതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് രോഗത്തിന് കാരണമാവുകയും എന്നുള്ള ചില പഠനങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതേസമയം നമ്മൾ പഴം, ഇപ്പോൾ ഒരു രസകദളി അല്ലെങ്കിൽ ഒരു ഏത്തപ്പഴം നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് ആ ചെടിയെ നശിപ്പിക്കേണ്ട, അത് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ പാലും പറയാറുണ്ട്. പാല് നമ്മൾ വെജിറ്റേറിയൻ ആയിട്ടാണ് കൂട്ടുന്നത്, എല്ലാ അർത്ഥത്തിലും സാത്വികമായിട്ട് ഭക്ഷണമായിട്ട് തന്നെയാണ് കൂട്ടുന്നത്. അപ്പം പശു ചുരത്തിയാൽ മാത്രമേ ആ പാല് നമുക്ക് കിട്ടുകയുള്ളൂ. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഡോക്ടർ സുബിൻ പറഞ്ഞ ഒരു വസ്തുത വളരെ പ്രസക്തമാണ്. സാത്വിക ആഹാരമായിട്ട് നമ്മൾ സസ്യാഹാരത്തെ കാണണം, അല്ലെങ്കിൽ സസ്യാഹാരം സാത്വികമാകണം. അപ്പോഴാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന ഈ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക്
കിട്ടുള്ളൂ. അത് നമ്മുടെ പൂർവികരൊക്കെ സമ്പാദിച്ചിരുന്നു, ആ ക്വാളിറ്റി ലൈഫ് സമ്പാദിച്ചിരുന്നു. അതുകൊണ്ടാണ് അവരുടെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ബുദ്ധിശക്തിയുടെ ഒരു പ്രസക്തി ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുള്ളത്. ഓർമ്മശക്തിയുടെ, ബുദ്ധിശക്തിയുടെ, മേധ, ശ്രദ്ധ ഇതിലൊക്കെ വർദ്ധിപ്പിക്കാൻ സസ്യാഹാരം സഹായിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പുളിച്ചു തകട്ടല് ഇതൊക്കെ ഒഴിവാക്കാനും നമുക്ക് ഈ സാത്വികമായിട്ടുള്ള ആഹാരം ശീലിക്കുക. അപ്പൊ കോഫി പുളിച്ചു തകട്ടലുണ്ടാക്കും. പഞ്ചസാര ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുളിച്ചു തകട്ടലുണ്ടാക്കും. ചുമന്ന മുളക് പുളിച്ചു തകട്ടലുണ്ടാക്കും. നമ്മളുടെ ഈ അച്ചാറുകൾ, പലതരത്തിലുള്ള അച്ചാറുകൾ, പല പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്തുള്ള അച്ചാറുകൾ കഴിച്ചു കഴിഞ്ഞാൽ പുളിച്ചു തകട്ടലുണ്ടാക്കും. ഇതെല്ലാം സസ്യാഹാരം എന്ന് പറഞ്ഞാലും അത് സാത്വികമല്ല, അത് പല രോഗങ്ങൾക്കും ഉണ്ടാകുന്നതായിട്ട് മനസ്സിലാക്കാം. താങ്ക് യു. ഒരു ചെറിയ കാര്യം കൂടി ചേർക്കട്ടെ. ഇപ്പോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളില് സസ്യാഹാരം സാത്വികമാകണം, അതിൽ തെരഞ്ഞെടുപ്പ് വേണം, എന്ത് സസ്യങ്ങൾ ആവാം എന്നുള്ളത്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് അന്തർജനസഭ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പാകം കൂടി, ഏത് രീതിയിൽ ഇത് പാകം ചെയ്ത് എടുക്കാം എന്നുള്ള ഒരു കാര്യം. ഇപ്പോ അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ പല രീതിയിലും നമ്മളിത് പാകം ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സസ്യങ്ങളാണെങ്കിൽ പോലും, പദാർത്ഥങ്ങൾ അങ്ങനെയുള്ളതാണെങ്കിൽ പോലും അത് സാത്വികമല്ലാതെ ആവുന്നുണ്ട്. അതിനൊരു പേര് നമ്മുടെ ആയുർവേദത്തിലൊക്കെ അസങ്കീർണ ഭോജനം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പല രീതിയിൽ ഇതിനെ പ്രോസസ് ചെയ്തെടുത്ത് ഡീപ് ഫ്രൈ ചെയ്തിട്ടും മറ്റും എണ്ണകളിൽ പൊരിച്ച് ഇന്നൊക്കെ വളരെ കൂടുതലാണ് ഈ പൊരിക്കടികളൊക്കെ. അപ്പൊ പഴം നല്ലൊരു വസ്തുവാണ്, ആഹാര വസ്തുവാണ്. പക്ഷെ അത് പഴംപൊരി ആവുമ്പോഴേക്കും അതെങ്ങനെയായി മാറുന്നു എന്നുള്ള ഒരു ഇതുണ്ട്. അത് നമ്മൾ ഈ പ്രത്യേകിച്ച് അന്തർജന സഭയിലും കൂടി അത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. പാചകത്തിലും ഈ സാത്വികത നിലനിർത്താൻ വേണ്ടുന്ന വഴികൾ നമ്മൾ ശീലിച്ചു വരണം. വളരെ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. പഴം പച്ചയായിട്ട് കഴിക്കണതാണോ അതോ പഴം? ഞാനൊരെണ്ണം കൂട്ടിച്ചേർക്കാം. എന്ന് വെച്ചാൽ ഈ സംസ്കാര വിരുദ്ധ ആഹാരങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. അതിനകത്ത് ഒരു സാധനമാണ് സംസ്കാര വിരുദ്ധം എന്ന് പറയുന്ന ഭക്ഷണ രീതി. അത് പല തരത്തിലാണ്. ഇപ്പൊ മാത്ര വച്ചിട്ട്, മീൻസ് അളവ് വെച്ചിട്ട് വിരുദ്ധം ഉണ്ടാവാം, ദേശവിരുദ്ധം, കാലവിരുദ്ധം, അങ്ങനെ ഇഷ്ടംപോലെ വിരുദ്ധങ്ങളുണ്ട്. ആ വിരുദ്ധങ്ങൾ എന്ത് ചെന്നാലും അത് നമ്മുടെ ശരീരത്തെ ദുഷിപ്പിക്കുകയുള്ളൂ. പിന്നെ സാത്വിക ആഹാരം കഴിക്കുന്ന അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഭക്ഷണശീലം. സമയത്ത് കഴിക്കുക, അതുപോലെ വയറ് തിങ്ങി നിറയാണ്ട്. അച്ഛനൊക്കെ പറയാറുണ്ട് ഞങ്ങളോട്, വയറുണ്ണ, പിന്നെ വെള്ളം കുടിക്കുക, പിന്നെ കാൽഭാഗം വെറുതെ ഇടുക, അങ്ങനെ ഭക്ഷണം കഴിക്കണം, കുറച്ച് നേരത്തെ കഴിക്കണം. ആ ഭക്ഷണശീലങ്ങൾക്കും ഈ സാത്വിക ആഹാരം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിരിക്കണം. അതിനെ കുറിച്ച് എന്താ? ഇതില് ഞാൻ ഒരു ശ്ലോകം കേട്ടിട്ടുണ്ട്, ഞാനൊന്ന് ചൊല്ലാം. വാമശായി ദ്വിഭുഞ്ജാന ഷൺമൂത്രി ദ്വിപുരുഷക സ്വൽപ്പമൈഥുനകാരീച ശതവർഷാണ് ജീവതി. അപ്പം 100 വർഷം ജീവിക്കാനുള്ളൊരു ടെക്നിക് ആണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പം അതിൽ രണ്ട് ദ്വിഭുഞ്ജാന, 2 പ്രാവശ്യം മാത്രം ആഹാരം കഴിക്കുക. ഇപ്പം പ്രധാന ആഹാരം 2 പ്രാവശ്യം മാത്രം കഴിക്കുക. ഇപ്പോൾ രാത്രിയിൽ 12 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈസിയാണ്. ഈവനിങ് 7 o'clock കഴിച്ചാൽ മോർണിംഗ് 7 o'clock കഴിക്കുമ്പോൾ 12 hours ആയി. പക്ഷേ പകല് 8 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു പുതിയ റിസർച്ചൊക്കെ നടക്കുന്നുണ്ടെന്ന് കേട്ടു. 8 മണിക്കൂർ പകല് ഫാസ്റ്റ് ചെയ്യുന്നവർക്ക് പ്രമേഹം വളരെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്ന ഒരു തിയറി ഡെവലപ്പ് ചെയ്ത് വരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഈ 2 മണിക്കൂർ ഭക്ഷണം അല്ലെങ്കിൽ 2 നേരം ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന ഒരു ശീലം വളരെ നല്ലതാണ്.
ഒരു സമയക്രമത്തിൽ. പക്ഷെ ആയുർവേദത്തിൽ ഇപ്പം 4 മണിക്കൂർ കഴിഞ്ഞാൽ ഭക്ഷണം വേണോ എന്ന് സമീക്ഷകാരിയായിരിക്കണം, നോക്കണം. പിന്നെ 6 മണിക്കൂർ കഴിക്കാൻ വേണമെങ്കിൽ കഴിക്കണം എന്നൊക്കെ പറയുന്ന തിയറി ഒരു വശത്തുണ്ട്. പക്ഷെ ഈ ഒരു റെഫറൻസും കൂടെ, ഈ ദ്വിഭുഞ്ജാന എന്ന് പറയുന്ന ആ ഒരു റെഫറൻസും കൂടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആഹാര സമയത്തിൽ അത് നമുക്ക് പരിശീലിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരുപാട് രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനും നമുക്ക് രോഗം വന്നതിനെ ഇല്ലാണ്ടാക്കാനും സാധിക്കുന്നൊരു ടെക്നിക്കാണ്. മറ്റു ഡോക്ടർമാർക്ക് കണ്ടിന്യൂ ചെയ്യാം. ആയുർവേദത്തിന്റെ ഒരു പ്രത്യേകത തന്നെ അതാണ്. അതായത് ഇപ്പം നമുക്ക് ഇപ്പൊ പുതിയ ഈ നോളജിലൊക്കെ എന്ത് കഴിക്കണം എന്നുള്ളതിന് നല്ല പ്രാധാന്യമുണ്ട്. പക്ഷെ ഇപ്പൊ എഴുതി പറഞ്ഞ പോലെ അത് എങ്ങനെയാണ് കഴിക്കേണ്ടത്, എപ്പോഴാണ് കഴിക്കേണ്ടത്, ഏത് രീതിയിൽ അതിനെ സംസ്കരിക്കണം, ഇതിനും കൂടിയും അതിനോളം തന്നെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ആഹാര സമയത്തിന് ഇപ്പോഴത്തെ മോഡേൺ റിസർച്ചിലും ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. കാരണം ഇപ്പൊ നമ്മൾ ഈ ഭക്ഷണം മൂളിക്ക് പലവട്ടം കഴിക്കുന്ന ഒരു ശീലം, അതുപോലെ ജങ്ക് ഫുഡ്സ് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന ശീലം ഇന്നത്തെ തലമുറയ്ക്ക് ധാരാളം കാണപ്പെടുന്നുണ്ട്. അവിടെയൊക്കെ പറ്റുന്നത് എന്താ വെച്ചാൽ ഒരു പ്രാവശ്യം ഭക്ഷണം കഴിച്ചിട്ട് അത് മുഴുവൻ ദഹനമാവുന്നതിന്റെ മുമ്പ് അടുത്ത ഭക്ഷണം വരികയാണ്. അത് നമ്മുടെ ആയുർവേദത്തിൽ അതൊരു വിഷമായിട്ടാണ് പറയണത്. ദഹിച്ചതും ഒട്ടും ദഹിക്കാത്തതും ഫ്രഷ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഭക്ഷണം കലർന്നാൽ വിഷസദൃശമായിട്ടുള്ള സാധനങ്ങൾ വരും എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് ഇപ്പത്തെ ഈ ഫാറ്റിലെ ട്രാൻസ് ഫാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട്. അതാണ് ഈ പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നതിനും അതുപോലെ സ്ട്രോക്കിലേക്ക് പോകുന്നതും ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാക്കുന്നതും. ഇതൊക്കെ ഈ പറഞ്ഞ പകുതി ദഹിച്ചതും ദഹിക്കാത്തതുമായി ശരിയായി ആ ദഹനം പൂർണ്ണമാകുന്നില്ല. അപ്പോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എഴുതി പറഞ്ഞത്. നമ്മുടെ ശ്രദ്ധ അതിൽ വന്നില്ല സത്യം പറഞ്ഞാൽ. അത് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ദഹനം പൂർത്തിയാവാതെ അടുത്ത ഭക്ഷണം ചെല്ലുക എന്ന് പറയുന്നത്. അതിനാണ് നേരത്തെ ഡോക്ടർ പറഞ്ഞു, അതിന്റെ ദഹിച്ചു കഴിഞ്ഞു എന്ന് അറിയാനുള്ള നമുക്ക് കുറെ ലക്ഷണങ്ങളുണ്ട്. അത് നോക്കിയിട്ട് മാത്രമേ അടുത്ത ഭക്ഷണം കഴിക്കാവൂ എന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ആയുർവേദത്തിൽ അനുശാസിക്കുന്നുണ്ട്.